നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിനകത്ത് നിരവധിയായിട്ടുള്ള ജനാധിപത്യത്തിലേക്ക് അടുക്കുന്ന അല്ലെങ്കിൽ നീതിയിലേക്ക് അടുക്കുന്ന നിരവധി പ്രവണതകൾ ഇന്ത്യൻ സമൂഹത്തിൽ യഥാർത്ഥത്തിലുണ്ട്. അത് മാസ് രൂപത്തിലുണ്ടാവാം, ചെറിയ രൂപത്തിലുണ്ടാവാം, മൈക്രോ ലെവലിലുണ്ടാവാം. അങ്ങനെ പല സ്ഥലങ്ങളിൽ, പല വർഗങ്ങളിൽ, പല വിഭാഗങ്ങളിലൊക്കെ ആയിട്ടിത് ദൃശ്യമാണ്. പക്ഷെ ഇത് പ്രധാനമായി മാറാൻ കഴിയുന്ന ഒരു ബയോ അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റുമില്ല. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പുതിയ തലമുറ ജനാധിപത്യ ജീവിതക്രമത്തെ പാലിക്കുന്നവരാണ്. ജനാധിപത്യം പറഞ്ഞു കിടക്കുന്നവർ. ജനാധിപത്യത്തിൻ്റെയും മനുഷ്യ ബന്ധങ്ങളെയും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുന്ന ബന്ധങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് അവർ പലരും. പക്ഷെ അതിനൊന്നും ദൃശ്യമാകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷവും, ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ അതെന്തോ കുഴപ്പമാണെന്ന് മാത്രം വിചാരിക്കുന്ന ഇതിന് ദൃശ്യത കിട്ടുകയും ഇതിന് കിട്ടാതിരിക്കുകയും ചെയ്യും. ഇന്ന് കേരള ഹൈക്കോടതിയിലൊരു വിധിയുണ്ടായി. ഒരു ഭർത്താവ് കോമ്പൻസേഷന് വേണ്ടി ഭാര്യയ്ക്കെതിരെ കൊടുത്ത കേസാണ്. പുള്ളിയുടെ പ്രശ്നം ഇതായിരുന്നു, ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ട്. അതറിഞ്ഞപ്പോൾ മുതൽ ഞാൻ വളരെ ദുഃഖിതനും പീഡിതനുമാണ്. അതിന് എനിക്ക് പൈസ തരണം എന്നുള്ളതാണ് ആ സമയം. അപ്പോൾ അത് പൈസ കൊടുക്കേണ്ടതാണ്. മാത്രവുമല്ല, ഇവർ ഡൈവേഴ്സ് ചെയ്തു. ഡൈവേഴ്സ് കിട്ടിയന്ന് ഈ പെൺകുട്ടി, ഈ ഭാര്യ എന്തോ പാർട്ടി നടത്തി. അത് മോശമായി പോയി എന്ന് കുടുംബ കോടതി പറഞ്ഞു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം, അതിനകത്ത് മോശമൊന്നുമില്ല, അതവർക്ക് ആഘോഷിക്കുകയോ ദുഃഖിക്കുകയോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം, അതിലൊന്നും കോടതി ഇടപെടണമെന്ന്. മാത്രവുമല്ല, ഭാര്യ ഭർത്താവിൻ്റെയോ ഭർത്താവ് ഭാര്യയുടെ ഉടമയാണെന്ന് വിവാഹ ഉടമ്പടിയിലില്ല. അത് പവിത്രമായ ബന്ധമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എപ്പോൾ വേണമെങ്കിലും അത് ഉപേക്ഷിച്ച് പോകാം. ഭാര്യ വേറൊരുത്തിന് കൂടെ പോയതിൽ താങ്കൾക്ക് ദുഃഖിക്കാം, അത് താങ്കളുടെ വ്യക്തിപരമായ കാര്യം, അതിന് കോമ്പൻസേഷൻ തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഒരു കോടതിയുടെ വിധിയാണ്. നീ എന്തിനാണ് സന്തോഷിച്ചതെന്ന്. ഭർത്താവ് ആയിട്ടുള്ള ഡൈവേഴ്സ് കിട്ടിയപ്പോൾ നീ എന്തിനാണ് സന്തോഷിച്ചത്, കോടതിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, ഇതുപോലെയുള്ള ഇപ്പം നമ്മളൊരു ടെക്സ്റ്റ് എടുക്കുക, ആ ടെക്സ്റ്റിലെ മുഴുവൻ ആശയങ്ങളുമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. അത് ഈ കാലത്ത് നമുക്ക് പ്രസക്തമാകുന്നതും നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്നതും നമുക്കൊരു വെളിച്ചം തരുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ ആ ടെക്സ്റ്റിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അതിങ്ങനെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ നമുക്കൊരു മീഡിയം നമ്മുടെ മുന്നിലില്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞ രാമനെ സംബന്ധിച്ച വിമർശനം ഉന്നയിക്കുന്നവർക്കൊന്നും ഇന്ത്യക്കകത്ത് ബലമില്ലാതെ പോകുന്നത്, രാമ വിമർശനം എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുവാൻ ഒരു മീഡിയം ഉണ്ടാവുകയും ആ മീഡിയം അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങളത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണല്ലോ. ഇത് കേൾക്കുമ്പോൾ തന്നെ മീഡിയം ഇല്ല, അത് നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റില്ല. ഇപ്പോൾ സംവരണ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കോടതി വിധി വന്നാൽ NSSൻ്റെ അഭിപ്രായം എടുക്കാൻ കേരളത്തിലെ മീഡിയ ജാഗരൂകരാണ്. പക്ഷെ അവരന്നേരം പോയി ഈ സംവരണീയരായ ആരുടെയെങ്കിലും എടുക്കുന്നില്ല, എന്നാലല്ലേ അത് ബാലൻസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവർ അഭിപ്രായമില്ലാത്തവരും NSSൻ്റെ ജനറൽ സെക്രട്ടറി അഭിപ്രായമുള്ള ആളുമാണെന്ന് നമ്മൾ ഒരു ഇമാജിനേഷനിലേക്ക് ചെന്ന് പെടുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, സമൂഹത്തിലെ ഈ ചെറുതും വലുതുമായ ധാരണകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ മെഗാപ്രസ്ഥാനങ്ങളെയും അത് കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് അതെല്ലാം ഉണ്ടായി വന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്, ഇതുപോലെയുള്ള പ്രവണതകളെ കണ്ടെയ്ൻ ചെയ്യുവാനും അതിനെ സ്വീകരിക്കുവാനും അതിന് കൂടുതൽ ഉറപ്പ് കൊടുക്കുവാനും കഴിയുന്നൊരു ജ്ഞാന വ്യവഹാരമോ ഒരു മീഡിയമോ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിമർശനം. ഇത് ദളിതരും ആദിവാസികളും സ്ത്രീകളും നടത്തേണ്ട ഏകപക്ഷീയമായ യുദ്ധമായിട്ട് നമ്മൾ ഈ വിഷയത്തെ കാണുകയേ വേണ്ട.
ഇന്ത്യക്ക് രക്ഷപ്പെടാനൊരു മാർഗ്ഗമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു. ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ, ഇന്ത്യയിൽ ജനാധിപത്യം പുലരണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി, ചെറുതും വലുതുമായ നിരവധി ട്രെൻഡുകൾ ഉണ്ടായി. പക്ഷെ സംഘടിതമായ രാഷ്ട്രീയ കക്ഷികൾ പൊതുവിൽ ഇതിനെ നിഷേധിക്കുക, അല്ലെങ്കിൽ കണ്ടില്ലെന്നടിക്കുക, നിഷേധിക്കുക, വേണമെങ്കിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അതുവരെ ചെയ്യും. മോറൽ പോലീസിങ് എന്നൊക്കെ പറഞ്ഞാൽ അതാണല്ലോ. ഞാൻ ഇന്നിപ്പോൾ ഈ തൃശ്ശൂർ നഗരത്തിൽ വന്നപ്പോൾ കണ്ട ഒരു ഫോട്ടോയിൽ 4 രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ ചിത്രമുള്ളത്. അവരെല്ലാം ഇവിടെ കോടതിയുടെ വിധിക്കെതിരെ ഈ പൂര സംരക്ഷണം, ഗജ സംരക്ഷണം എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ളൊരു സൂചനയാണത് സംഭവം. അല്ല, ഞാൻ പറയും ഇപ്പോൾ അമ്പലം സംരക്ഷിക്കണം, അമ്പലം ഉത്സവം നടത്തണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഒരു ഉത്സവമൊക്കെ നടത്തിക്കോട്ടെ, അത് ഒരു നാശത്തിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് കോടതി പറയുമ്പോൾ അത് നിങ്ങൾ കോടതി അതൊന്നും പറയണ്ട എന്ന് പറയാനുള്ള അവകാശം പൗരന്മാർക്കില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ എങ്ങനെ പെട്ടെന്ന് വിസിബിളാകണം നോക്കി. കേരളത്തിൽ BJP, CPM, കോൺഗ്രസ് തുടങ്ങിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ മുഴുവൻ ഒരുമിച്ച് അണിനിരന്നിട്ട് ഇവിടുത്തെ ഈ തൃശ്ശൂർ ക്ഷേത്രം, ലോക്കൽ ക്ഷേത്രമാണ്, തൃശ്ശൂരിലൊരു ക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിൽ ഉത്സവം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യ പ്രശ്നമായിട്ട് മലയാളിയുടെ മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിനകത്താണ് നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞ ട്രെൻഡുകളുള്ളത് പുറത്ത്. അതൊരിക്കൽ പോലും അഥവാ വന്നാൽ ഒരു ക്രിമിനലൈസ്ഡ് സ്റ്റോറി ആയിട്ടായിരിക്കും നമ്മുടെ മുന്നിൽ വരിക. എന്തോ കുഴപ്പം കാണിച്ച കുട്ടികൾ, പിള്ളേർക്ക് അനുസരണയില്ല, പിള്ളേർക്ക് ധാർമ്മിക ജീവിതം ഇല്ല എന്നൊക്കെ പറയും. ഞാൻ പറയുന്നൊരു കാര്യം വർഷങ്ങളായി ഇന്ത്യക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ഈ ജനാധിപത്യത്തിനും ജനായത്തത്തിനും ഈ പറയുന്ന സമഭാവനയ്ക്കും ഒക്കെ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്താതിരിക്കുന്നില്ല മനുഷ്യവംശം. അത് നടത്തുന്നുണ്ട്, പക്ഷെ അതിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം രൂപം കൊള്ളണമെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഒരു സോഷ്യൽ ഏജൻസി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ. ഇപ്പം ഈ പറഞ്ഞപ്പം NSSന്റെ അടുത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ NSSന്റെ നേതാവിനെ കാണുന്നു. ഇതില് മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഹൈറാർക്കി അനുസരിച്ച് ഹിന്ദു ശൂദ്രനാ, അല്ലാതെ ബ്രാഹ്മണനല്ല. അപ്പം ഈ പുതിയ ഒരു ഫാസിസ്റ്റ് വ്യവസ്ഥയിൽ ഇങ്ങനെ ബലമുള്ള ഈ സവർണ കാറ്റഗറിയിൽ പെടുന്ന കേരളത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരം സവർണതയിൽ കൂടുതൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സംഭവം കൂടി ഈ പുതിയൊരു രീതി സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രാഹ്മണിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന ഇതിൽ ഈ ഹിന്ദുവൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇപ്പം കേരളത്തില് ഇപ്പം അത് ഏറ്റെടുക്കുന്നത് പലപ്പോഴും ഈ ബ്രാഹ്മണർ എന്ന് വിളിക്കുന്ന വിഭാഗമല്ല. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രത്യക്ഷമായിട്ട് നോക്കുക, ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ബ്രാഹ്മണിസവും ബ്രാഹ്മണരും എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ ബ്രാഹ്മണരും തമ്മിലൊരു നാഭീനാള ബന്ധം നമുക്ക് കാണാൻ പറ്റും. അതേസമയം കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം പ്രത്യേകിച്ച് ഹിന്ദു ശൂദ്രരും അതിന് പുറത്ത് കിടക്കുന്ന, ഇപ്പം കഴിഞ്ഞ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് വെച്ചാണെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റി എന്നാണ് ഏറ്റവും കൂടുതൽ BJPക്ക് വോട്ട് കിട്ടി. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ വലിയ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു കേരളത്തിൽ ലോക്സഭ ഇലക്ഷനിൽ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണ്യത്തിന്റെ കാവലാളുകളായിട്ട് ഈ പറയുന്ന ഏറ്റവും താഴേക്കടെ കിടക്കുന്ന ഹിന്ദു ശൂദ്രനും അല്ലെങ്കിൽ അതിന് പുറത്ത് കിടക്കുന്ന മറ്റു സമുദായക്കാരുമായി തീരുന്നതെന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഈ ഹിന്ദുവൈസേഷന്റെ ഭാഗത്ത്. ഇവരാണ് ഈ ഹിന്ദുവൈസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വേറൊരു അർത്ഥത്തിൽ ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ഇപ്പം റെസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഈ ഹിന്ദുവൈസേഷൻ ഇവരെല്ലാവരും സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തൃശ്ശൂർ പൂരം നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാവുന്നത് അത് തൃശ്ശൂർ ഇപ്പം ഒരു സാധാരണ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും അറിയാം, തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ അല്ല, തൃശ്ശൂർ നഗരത്തിന്റെ
വടക്കൻ നായന്റെ ചുറ്റുമുള്ള ഈ വട്ടല്ല, മറിച്ച് ഒരുപാട് ഇപ്പം വലിയ കടൽ തീരമുണ്ട്, അവിടെയൊക്കെ വർക്കിംഗ് ക്ലാസ് ആണ്. ഈ വർക്കിംഗ് ക്ലാസ്സും ഈ പറഞ്ഞ പോലെ വലിയ തരത്തിൽ ഹിന്ദുവൈസേഷന് വിധേയമാകുന്നുണ്ട്, വലിയ തരത്തിൽ വോട്ട് ഇതിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഹിന്ദുവൈസേഷൻ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അറിയുമ്പോൾ തന്നെ ഇത്തരം ഇഷ്യൂസിൽ തൊടാൻ പറ്റാതാവുന്ന രീതിയിൽ ഇവര് നിർവീര്യവൽക്കരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഉപകരണമായിട്ട് തീരുകയോ ചെയ്യുന്നു. ഈ സെൻട്രിസ്റ്റ് പാർട്ടി, ലെഫ്റ്റിസ്റ്റ് പാർട്ടി എന്നൊക്കെ വിളിക്കുന്ന എല്ലാ തരത്തിലുള്ള പാർട്ടികളും അവരുടെ ഉപകരണമായിട്ട് തീരുന്നു. ഇപ്പം അതേസമയം മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മീഡിയക്കും വലിയ റെസിസ്റ്റൻസ് ചരിത്രമുള്ളതാണ് ഇന്ത്യയിൽ, വലിയ തരത്തില് റെസിസ്റ്റൻസിന്റെ. മീഡിയയിലെ പ്രാദേശിക വാർത്ത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ജനുവരി തൊട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മകരമാസം ആയിക്കഴിഞ്ഞാൽ മുഴുവൻ അമ്പലത്തിലെ ഉത്സവവും ഒരു അത്തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോക്കൽ പേജ്, മറ്റേ പോട്ടെ മുഖ്യധാര വാർത്ത പോട്ടെ. അപ്പൊ ഈ മീഡിയയും ഈ പറയുന്ന ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടീസിന്റെ ഉള്ളിലെ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സും മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള ഘടകങ്ങൾ ഈ ഹിന്ദുവൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകുന്നു. മാത്രമല്ല ഇപ്പൊ ഈ നവോത്ഥാനത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ മൊബിലിറ്റി കിട്ടുന്നത് വരെ ഭയങ്കര റെബല്യസ് ആയിട്ടുള്ള, നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര റെബല്യസ് ആയിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്, ജാതി വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ. പക്ഷെ ഒരു ഘട്ടെത്തുമ്പോ ഇതിന്റെ അനന്തര തലമുറ എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ അങ്ങേയറ്റം സവർണവൽക്കരണത്തിന് വിധേയമാകും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആത്യന്തികമായ ഒരു പ്രാപ്യസ്ഥാനം എന്ന് പറയുന്നത് സവർണത ഒന്നുകിൽ അത് പ്രതീതിപരമായിട്ട് ആർജിക്കുക, അല്ലെങ്കിൽ വ്യാജമായിട്ട് ആർജിക്കുക, അല്ലെങ്കിൽ അതാണെന്ന് സ്വയം വിശ്വസിക്കുക എന്ന് പറയുന്ന തരത്തില് നമ്മുടെ ഉള്ളിൽ ഒരു ഉട്ടോപ്പിയ എന്ന് പറയുന്നത് അതായിത്തീരുന്നത് എങ്ങനെയാണ്? ഇപ്പം നവോത്ഥാനം പോലെയുള്ള സംഭവം ഉണ്ടായിട്ട് രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഞാൻ പറയുന്ന ബ്രാഹ്മണിസത്തിന്റെ പ്രവർത്തനത്തിന്റെ ഉള്ളിൽ അല്ലാതെ സ്വയം ഇതെങ്ങനെ ഈ പ്രത്യേകിച്ച് സോഷ്യൽ മൊബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഒരു സവർണ ഉട്ടോപ്പിയാണെന്ന് പറയുന്ന തരത്തിൽ അതിനെപ്പറ്റിയുള്ള ആലോചനകൾ വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മൾ എപ്പോഴും നമ്മളുടെ ഈ ഒരു മനുഷ്യൻ എന്തായിത്തീരണം, ദ ബിക്കമിങ് ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നതിനെ സംബന്ധിച്ചൊരു ഉത്തരം ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ മെറ്റാഫിസിക്കൽ വേൾഡിൽ അതിനൊരു ഉത്തരം കിടപ്പുണ്ട്. ആ ഉത്തരമനുസരിച്ച് നമ്മളുടെ ഇന്നത്തെ ജീവിതത്തെയും ഭാവി ജീവിതത്തെയൊക്കെ നിർണ്ണയിക്കുന്ന ചില ഉത്തരങ്ങളുണ്ട്. അത് നമ്മുടെ അബോധത്തിൽ, കൾച്ചറൽ അബോധത്തിൽ വളരെ ശക്തമാണ്. അപ്പോൾ ബ്രാഹ്മണനായി തീരുക എന്ന് പറയുന്ന ഇന്ത്യക്കാരുടെ ആത്യന്തികമായ ഒരു മോക്ഷപ്രാപ്തിയായിട്ടാണ് അതിനെ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ എം പി തന്നെ പറഞ്ഞ അടുത്ത പ്രാവശ്യം എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നാണ് പറഞ്ഞത്. അത് വെറുതെ പറയുന്നല്ല, അദ്ദേഹം അതങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല കാസ്റ്റിൻ്റെ ഒരു ഇമിറ്റേറ്റീവ് പവറിനെ കുറിച്ചിട്ട്, ഇമിറ്റേറ്റീവായിട്ടുള്ള ഒരു ആസ്പിരേഷനെ കുറിച്ചിട്ട് അംബേദ്കർ അടക്കം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ എൻ ശ്രീനിവാസൻ സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ അംബേദ്കർ ഈ ഇമിറ്റേഷൻ എന്ന് പറയുന്ന സംഗതി പറയുന്നുണ്ട്. അപ്പോൾ കാസ്റ്റിങ്ങിന് ഈ ഹൈറാർക്കിക്കൽ ഓർഡറിലായതുകൊണ്ട് എല്ലാ കാസ്റ്റിനും തൊട്ടടുത്ത ജാതിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അവരുമായിട്ടാണല്ലോ ഇപ്പോൾ കാസ്റ്റ് വാർ നോക്കി, അഡ്ജസ്റ്റൻ്റ് ജാതികൾ തമ്മിലേ വാർ നടക്കുകയുള്ളൂ, ഡിസ്റ്റൻ്റ് ജാതികൾ തമ്മിൽ വാറില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ബ്രാഹ്മണരും ദളിതരും തമ്മിലൊരു കലാപം നടന്നിട്ടില്ല. പക്ഷേ ഈഴവരും ദളിതരും നായന്മാരും ദളിതരും തമ്മിൽ നിരവധി കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അടുത്ത ജാതിയിലേക്കുള്ള ഒരു പ്രവേശനം എന്നത് ജാതി ജീവിതത്തിൻ്റെ ഒരു സ്വാഭാവികമായൊരു ആസ്പിരേഷനാണ്. അപ്പോൾ ഇപ്പം നടന്നു വരുന്നു എന്ന് പറയുന്ന ഈ ഹിന്ദുവൈസേഷൻ ഇത് ദീർഘകാലമായി ആവിഷ്കരിക്കപ്പെട്ടൊരു പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ അതിങ്ങനെ വർഷങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, നടക്കാതെ പോവുക. വർഷങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നടക്കാതെ പോകുന്നു, വീണ്ടും പരിശ്രമിക്കുന്നു, നടക്കാതെ പോകുന്നു. അങ്ങനെ പതിയെ വളർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ 80കളുടെ രാഷ്ട്രീയ മാറ്റങ്ങളുടെയൊക്കെ ഭാഗമായി ഹിന്ദുത്വ മൂവ്മെൻ്റ് ഒരു മുൻകൈ നേടുന്നതോടെയാണ് ഇത് ബഹുജന വികാരമായി മാറുന്നത്. ഇപ്പോൾ കേരളത്തിൽ
ഇത് വളരെ വിസിബിളാണ്. അതുകൊണ്ട് ഒത്തിരി നടക്കുന്നവരാണ്. ഇത് യഥാർത്ഥത്തിൽ അന്നും ഉണ്ട്. അന്നും ഈ പറയുന്നത് പോലെ അമ്പലവും അമ്പല കമ്മിറ്റിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യരൊക്കെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഭയങ്കരമായ വിസിബിലിറ്റിയാണ്. ഒരു ഉദാഹരണം പറയാം. കോട്ടയത്ത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ദളിതരിൽ നിന്നും ക്രിസ്ത്യാനികളായവർ ഖർവാപസി നടത്തുന്നു, തിരിച്ചു വരിക, വലിയ വാർത്തയാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും കോട്ടയം താമസിക്കാണെന്ന് ഇത് സംഭവം കാണണമല്ലോ, എന്താ അവിടെ നടക്കുന്ന അറിയാൻ വേണ്ടി ഞാനവിടെ ചെല്ലുന്നത്. 2 കുടുംബക്കാരാണ്. 2 കുടുംബത്തിലെ ഉൾപ്പിരിവുകളായിട്ട് ഒരു 9 പേരുണ്ട് സ്റ്റേജ്. ഇവരാണ് ഖർവാപസി നടത്തുന്നത്. 18-19 ക്യാമറയുണ്ട് അതിൻ്റെ ചുറ്റുമായിട്ട്, ചാനൽ ക്യാമറകൾ. ഇതാ ഇവിടെ നടക്കുന്ന ഒരു സംഗതി. ഇവിടെ ഇപ്പോൾ പത്രങ്ങളുടെ കാര്യം പറയും, ലോക്കൽ പേജ്. തിരുവിതാംകൂറിലെയൊക്കെ പത്രങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒരു 3 അമ്പലങ്ങളുടെ ഫോട്ടോ വന്ന പിന്നെ ഒരു പള്ളിയുടെ ഫോട്ടോ ഇല്ലാതെ അവർക്ക് ടെൻഷനാവും. അപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയുടെ ഫോട്ടോ, അത് ഇന്നലെ വരെ കേൾക്കാത്ത പള്ളിയൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരുതരം ഒരു ബാലൻസിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നടക്കും. ഇപ്പോഴത്തെ ഹിന്ദുയിസേഷൻ ഒരു കാര്യം എന്ന് പറയുക, അവരതിന് വന്നിരിക്കാനൊരിടം, ഏത് തരത്തിലും ഗുണത്തിലും പെട്ട മനുഷ്യരെ സ്വീകരിക്കാനായിട്ടുള്ള സ്പേസുകൾ ഹിന്ദുത്വ രാഷ്ട്രീയം നിർമ്മിച്ചിട്ടുണ്ട്. ആ സ്പേസിലേക്ക് അവർ പോകുന്നത്. ഇപ്പോൾ ശ്രീരേഖ പോകുന്ന സ്പേസിലേക്കല്ല ചാവക്കാടുള്ള ഒരു മത്സ്യത്തൊഴിലാളി പോകുന്നത്. മത്സ്യത്തൊഴിലാളിക്ക് വേറെ സ്ഥലമുണ്ട്. ശ്രീലേഖയ്ക്ക് മുന്നേ ശ്രീലേഖയ്ക്ക് വന്നിരിക്കാൻ വേറെ സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം എൻ്റെ അധ്യാപകൻ കൂടിയായ KS രാധാകൃഷ്ണൻ പോകുന്ന വേറെ സ്ഥലത്തേക്കാണ് പോകണം. അങ്ങനെ ഈ പലതിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധമുള്ള ഒരു സംഗതി 1. 2, ഇന്ത്യൻ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചിട്ടുള്ളൊരു സ്റ്റഡിയിൽ പറയുന്നൊരു കാര്യം, ഈ പരമ്പരാഗതമായ വർത്തക സമൂഹങ്ങൾ തന്നെയാണ് പിൽക്കാലത്ത് ക്യാപിറ്റലിസ്റ്റുകളായി അറിയപ്പെടുന്നത്. ഇവരുടെ വളരെ വലിയ പിന്തുണ, സാമ്പത്തികമായ പിന്തുണ ഗ്ലോബൽ മാത്രമല്ല, ഇത് ഇന്ത്യക്കകത്ത് തന്നെയുള്ളത്. ഞാനൊരു കാര്യം പറയും. ഈ 1ാം കേരള ഗവൺമെൻറ് ഈ പുറനാട്ടുകര ആശ്രമം വിവേകാനന്ദൻ്റെ കൃതികൾ ആദ്യമായി പ്രസിദ്ധീകരിക്കുമ്പോൾ ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുക്കുന്നു. ഈ വിവേകാനന്ദൻ്റെ പുസ്തകക്കാരൻ എന്തിനാണ് ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുക്കുന്നത് എന്നാരും ചോദിക്കുന്നില്ല. ആ വിവേകാനന്ദനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമർത്ഥമായി ഉപയോഗിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഈ ചർച്ച ചെയ്ത ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ. അപ്പോൾ ഇങ്ങനെ വലിയ ഫണ്ടിൻ്റെ പിന്തുണ അന്താരാഷ്ട്ര തലത്തിൽ, മോഡിയൊക്കെ അമേരിക്കയിൽ ചെല്ലുമ്പോൾ രത്നവ്യാപാരികളായിട്ടുള്ള ഇന്ത്യക്കാരാണല്ലോ അതിനുവേണ്ടി പണം മുടക്കി വലിയ വേദി ഒരുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വളരെ വലിയൊരു പിന്തുണ നേടുന്നത് കൊണ്ടും അത് വളരെ വലിയ വിഷ്വലായി മാറുന്നത് കൊണ്ടും ഇത് ദ്രുതഗതിയിൽ നടക്കുന്നതായി, വ്യാപകമായി നടക്കുന്നതായി വലിയ പ്രതീതി അവരുണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥ അത്രയും വലിയ ഇപ്പം നമ്മൾ കാണുന്ന വിധമുള്ള വലിയ മുന്നേറ്റമൊന്നും അവർ നടത്തിയിട്ടില്ല യഥാർത്ഥ കേരളത്തിൽ. പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു ഒഴുക്കിൻ്റെ ഭാഗമാണെന്ന് കൂടി നമ്മൾ കാണുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചുകൊള്ളുന്നില്ല, നിർബന്ധമൊന്നുമില്ല, ഒരു നിർബന്ധമില്ല അക്കാര്യത്തിൽ. അപ്പോൾ അത് കണക്ക് കൂട്ടിയിട്ട് ഇന്ന 15 മണ്ഡലങ്ങൾ ജയിക്കുമെന്നൊക്കെ BJP കണക്ക് കൂടുന്നതെന്ന് അത് സംഭവിച്ചു കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ മനുഷ്യന് നമ്മൾ ഹിന്ദുത്വവൽക്കരണത്തിന് വിധേയമാകുന്ന പ്രത്യേകിച്ച് കീഴ്ത്തട്ടിൻ്റെ ഈ പരിവർത്തനത്തിലൊരു കാര്യം കൂടിയുണ്ട്. കാസ്റ്റ് ഐഡൻറ്റിറ്റിയിൽ നിന്നും മതപരമായ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് അവൻ മാറുകയാണ്. അത് അവനെ സംബന്ധിച്ചൊരു പ്രൊമോഷനാണ്. പുലയൻ എന്ന് പറയുന്ന അല്ലെ പറയൻ എന്ന് പറയുന്ന അല്ലെ അങ്ങനെ ഒരു സ്റ്റാറ്റസിൽ നിന്നും ഹിന്ദു എന്ന് പറയുന്നൊരു അവ്യാജ്യമായിക്കോട്ടെ നിർമ്മിതമായിക്കോട്ടെ, പക്ഷെ ഹിന്ദു ആണോ, അതവനെ സംബന്ധിച്ചൊരു പ്രൊമോഷനായിട്ട് അവനോട് വ്യക്തിപരമായി അവനെ ഇൻസ്പയർ ചെയ്യുന്ന
ഒരു കാര്യം അതാണ്. അവൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തുകയും സവർണ സമൂഹങ്ങളുമായി ഇടപഴകുക എന്നത് ഈ കാസ്റ്റ് ഹൈറാർക്കിയിൽ മനുഷ്യരുടെ വലിയ താല്പര്യങ്ങളിലൊന്നാണ്. തൊട്ടടുത്ത ഇപ്പോൾ എൻ്റെ തറവാട്ടിലേക്ക് നമ്പൂതിരിമാർ വരുമായിരുന്നു എന്ന് പറയുന്നതാണ് തറവാട്ടിലെ താമസിക്കുന്ന നായരുടെ അഭിമാനചിഹ്നമായിട്ട് കുറച്ചു കാലം മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ കാര്യം തന്നെയാണ് എനിക്ക് എൻ്റെ ഇന്ന വീടുമായിട്ട് ബന്ധമുണ്ടെന്നൊരു കീഴ്ത്തട്ടുകാരൻ പറയുന്നത്. അവൻ്റെ ഒരു എന്താ പറയണ, അവൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഒരു വളർച്ചയുടെ ലക്ഷണമായിട്ട് അവൻ അതിനെ കാണുന്നത്. ഈക്വൽ ബീയിങ്സ് എന്നുള്ള നിലക്കുള്ള ഇടപാടല്ല അത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, പക്ഷെ അതിൻ്റെ അപ്പുറം ഒരു റെക്കഗ്നീഷൻ. ഞാൻ പറയുന്നത് ഈ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞിരുന്ന നിരവധി പാർട്ടികളുടെ കളിനിലമായ ഒരു ഇന്ത്യൻ സമൂഹത്തിൽ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈ ഏത് സ്ഥലത്താണ് കയറ്റി വെക്കുന്നത് എന്നതിന് ഇപ്പം ദ്രൗപദി മുർമു രാഷ്ട്രപതിയാവുന്നുണ്ട്. ഞാൻ പറയുന്നത് ടോക്കണീസാണ് ഇതൊക്കെ പറയാം. പക്ഷേ ഇതിനു മുമ്പ് ആരെങ്കിലും രാഷ്ട്രപതിയാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട. ഞാൻ പറയുന്നത് ഈ ഹിന്ദുത്വം നമ്മളുടെ ഒരു മറ്റ് തരത്തിലുള്ള പൊളിറ്റിക്സിനെയും വേറൊരു തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ സണ്ണി പറഞ്ഞപ്പോൾ ഇതൊന്നും ആവർത്തിക്കണമെന്നില്ല ഇപ്പോൾ ഈ പറയുന്ന ലോസ്. പക്ഷേ ഞങ്ങൾ ഈ തീരപ്രദേശത്ത് താമസിക്കുമ്പോൾ നമുക്കറിയാം ഈ കാലവർഷത്തിന് കടൽ ഇത്ര വരും എന്ന് പറഞ്ഞിട്ട് ഒരു അടയാളം വെക്കും എന്ന് പറഞ്ഞാൽ പിന്നത്തെ കാലവർഷം വരുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് പോയി ആൾക്കാർ പോവുള്ളൂ. അപ്പം അത്തരം ഒരു വരവിൻ്റെ ഈ അതിർത്തി ഒരു സംഗതി വരുന്നുണ്ട്. മാത്രമല്ല ഈ പലപ്പോഴും ഈ ആ ഹിന്ദുത്വം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബേസ്ഡ് പോലും അല്ല. ഇപ്പം നമ്മൾ പറയുന്ന ഗീത അല്ലെങ്കിൽ അത്തരം ടെക്സ്റ്റ് ബേസ്ഡ് പോലും അല്ല. ഇപ്പം പലപ്പോഴും ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പം സീതയെ പറ്റിയൊരു ചിത്രം, പൊതു ബ്രാഹ്മണ ബോധം ഉണ്ടാക്കുന്ന ഒരു ചിത്രമുണ്ട്. ഇത് ചിലപ്പോൾ വാൽമീകി രാമായണത്തിലൊന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പം മേഘനാഥ ശൈലിയൊക്കെ പഠനത്തിൽ പറയുന്ന ആകെ 10% ശ്ലോകത്തിലേ സീതയുള്ളൂ. ആകെ 10% സീത വരുന്നുള്ളൂ. രണ്ടാമത് ഭയങ്കര ശക്തിയായിട്ടുള്ള സ്ത്രീയാണതിൽ എന്ന് പറഞ്ഞാൽ ഈ സ്വയംവരത്തിന് 5000 പേര് എടുത്തുകൊണ്ട് വരുന്ന വില്ല് സീത ചെറുപ്പത്തിൽ അമ്മാനെ അടിയായിരുന്നെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയായ, ഫിസിക്കലി ഭയങ്കര ശക്തിയായ സ്ത്രീയാണ്. പിന്നെ മേഘനാഥേശായി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻ്റ് ആവുന്നത് സീത കാട്ടി താമസിക്കുമ്പോൾ പ്രഗ്നൻ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അലഞ്ഞ് നടക്കുമ്പോൾ ഒന്നും വേറെ തരത്തിൽ ഒന്നും പറയും. അതേസമയം ഒരു രാജാവായി താമസിക്കുമ്പോഴാണ് പ്രഗ്നൻ്റ് ആവാൻ വിചാരിക്കുന്നത് തന്നെ. ഒരു പക്ഷെ പ്രഗ്നൻസി മാനേജ് ചെയ്യുന്ന മാനസികമായ കരുത്ത് പോലും ഉണ്ടായിരുന്നു. പക്ഷെ ഇതല്ല നമ്മളുടെ ഈ പറയുന്ന ഒരു പൊതുബ്രാഹ്മണ്യം ഉണ്ടാക്കുന്ന സീതാസങ്കല്പം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ടെക്സ്റ്റ് ബേസ്ഡ് പോലും അല്ലാത്ത തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ റെക്കഗ്നീഷൻ്റെ ഒരു തലം ഉണ്ടാക്കുന്നു. ഇത് ഒരു പക്ഷേ ഈ പറയുന്ന നവോത്ഥാനം തൊട്ടുള്ള ഇങ്ങോട്ട് ഉള്ള ഒരുപാട് ഊർജങ്ങളുടെ വളരെ പെട്ടെന്ന് അതിനെ പിന്നാക്കടിക്കാനായി. ഈ പറഞ്ഞപ്പോഴേ ഈ സുരേഷ് ഗോപി ഇപ്പം ബ്രാഹ്മണനായി ജനിക്കുന്നു. കാവ്യലോക സ്മരണകളിൽ വൈലോപ്പള്ളിയുടെ കുറിപ്പിൽ പറയുന്നുണ്ട്, ഇയാൾ നായരാണ്, അമ്മാവനെ പേടിച്ച് ഭക്ഷണം കഴിക്കാണ്ടാണ് വരുന്നത്. മാരായസ് കോളേജിൽ പഠിച്ചിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിച്ച വല്ലവരും അമ്മാവനോട് പറഞ്ഞ അടി കൊണ്ടാലോ പേടിച്ചിട്ട് പട്ടിണി കിടന്നിട്ടാണ് വരുന്നത്. പട്ടിണി യഥാർത്ഥ പട്ടിണിയല്ല, ഭക്ഷണം ഉണ്ട്, പക്ഷെ അതേസമയം ചെയ്യാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോൾ വരുന്ന സ്ഥലത്ത് ആ സമയത്ത് SNDPയും ഇതൊക്കെ ആയിട്ട് ഈഴവർക്ക് ഒരു തരം മൊബിലിറ്റി കിട്ടി. അവർ ലൈബ്രറി അവിടെ ഭയങ്കര ലോക കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇയാൾ പഴയ മരുമക്കത്തായത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു. അപ്പോൾ അടുത്ത ജന്മനെ ഇഴവനായിട്ട് ജനിപ്പിക്കണേ ഏതാണ്ട് ആലോചിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം ഇത് വന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു റിട്ടേൺ ഇത് വെച്ചിട്ട് നമുക്ക് പറയാം പലരുടെ ഉള്ളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ മൊബിലിറ്റി താഴ്ന്ന സമുദായമായിട്ട് ജനിക്കണേ എന്ന് പറയുന്ന ഒരു സംഗതി വന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം വളരെ പെട്ടെന്ന് പോവുകയും ഈ പറയുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഈ സോഷ്യൽ മൊബിലിറ്റി എന്നൊക്കെ പറയുന്ന ഒരാശയത്തെ ഈ മേജർ ഡെമോക്രാറ്റിക്
പാർട്ടികളുടെ ഒരു അവഗണന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദാസീനത എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥലത്ത് കൂടിയാണ് ഹിന്ദുത്വം വളർന്നതെന്ന് ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു അതുകൂടി പൊളിറ്റിക്കൽ റെസിസ്റ്റൻസിന്റെ പാർട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്, ഇപ്പം കേരളത്തിൽ എന്തുകൊണ്ട് നാഷണൽ പൊളിറ്റിക്സ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത്, ഇപ്പം അംബേദ്കറുടെ കാര്യം പറഞ്ഞു. അംബേദ്കറുടെ ഇപ്പോൾ ഒരു ജീവചരിത്രം തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഒരെണ്ണം ഞാൻ വായിച്ചത്, സുരേഷ് ബാബു എഴുതിയിട്ടുള്ള, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അംബേദ്കർ തന്നെ പോട്ടെ, ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഡിസ്കോഴ്സും പ്രധാനപ്പെട്ട ഡിസ്കോഴ്സുകളോ പ്രധാനപ്പെട്ട നാഷണൽ ഹിസ്റ്ററി പല കാരണം ഉണ്ടാവും, ഈ തടഞ്ഞു നിർത്താത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു മനസ്സിലാകായിക ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഈ ഹിന്ദുത്വത്തിനെ സംബന്ധിച്ച്. ഇപ്പൊ RSS എന്ന് പറഞ്ഞ സാധാരണ ശരിയായൊരു നിരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് സവർണവൽക്കരണമെന്നോ ഹിന്ദുവൽക്കരണമെന്നോ വിളിക്കാവുന്ന ഒരു പ്രോസസ്സിലേക്ക് കീഴ് സമൂഹങ്ങളുടെ ഒരു അട്രാക്ഷൻ, അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം, അല്ലെങ്കിൽ അവരുടെ ജാതി സ്റ്റാറ്റസിന് പകരം ഹിന്ദു എന്നൊരു പൊതു സ്റ്റാറ്റസിലേക്കുള്ള ഒരു പ്രവേശനം, അതിനൊക്കെ അവർ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതെവിടം വരെ എന്നുള്ളത്, റെക്കഗ്നീഷൻ എവിടം വരെ, അവരുടെ എൻട്രി എവിടം വരെ, ഇതിനൊക്കെ അനേക തെളിവുകൾ അടുത്ത കാലത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അമ്പല കമ്മിറ്റിയുടെ പ്രസിഡൻ്റാക്കും, പക്ഷേ കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ പ്രസിഡൻ്റ് പുറത്ത് നിൽക്കും. അങ്ങനെയൊക്കെ നിരവധി അനുഭവങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ചെറിയൊരു അംഗീകാരം പോലും ഇവരെ സംബന്ധിച്ച് സ്വർഗതുല്യമായൊരു കാര്യമാണ്. കാരണം അത്രമേൽ അവഗണിത ജീവിതത്തിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ അവന് ഇത് വലിയ സംഭവം. അപ്പം അത് ഹിന്ദുയിസേഷൻ്റെ ഒരു കാര്യം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പോൾ കാണുന്ന ഈ വലിയൊരു പിന്തുണ, മാധ്യമ ലോകത്തേക്കുള്ള പിന്തുണ ഇതിനെ വല്ലാത്തൊരു സംഭവമാക്കി വലുതാക്കി കൊണ്ടുവരുന്നുണ്ട്. കേരളം വേറിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ കേരളം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലാതെ ചിന്തിക്കുക, അങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങൾ, അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അത് ബ്രാഹ്മണിക്കലായൊരു സംഗതിയുള്ളൂ. ഒരു മെറ്റഫർ ഉപയോഗിക്കാം. നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. വടക്കേന്ത്യൻ രാഷ്ട്രീയം വില കുറഞ്ഞ രാഷ്ട്രീയവും ജാതി രാഷ്ട്രീയവും മോശം രാഷ്ട്രീയവും കുഴപ്പം പിടിച്ച രാഷ്ട്രീയവും, അത് കാലുമാറുകാരുടെയും സമ്പന്നന്മാരുടെയും കുലാക്കളുടെയും രാഷ്ട്രീയം. നമ്മളെന്തോ ചെറിയ രാഷ്ട്രീയത്തിലെ ആൾക്കാരാണെന്ന് പണ്ടുപോലെ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഉറപ്പിൽ നമ്മളങ്ങ് ജീവിക്കുക. ആ ഉറപ്പിൽ ജീവിക്കുന്ന പുറത്തുനിന്നൊന്നും നമ്മൾ സ്വീകരിക്കില്ല. പുറത്തുനിന്ന് ഈ രാഷ്ട്രീയ കാര്യങ്ങളെന്നല്ല ഒരു കാര്യവും നമ്മൾ സ്വീകരിക്കില്ല. ആദ്യം നമ്മൾ എതിർപ്പാണ് നമ്മുടെ ആദ്യത്തെ മലയാളി റെസ്പോൺസ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും അതിനെ എതിർക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അവനെ സ്വീകരിക്കുന്നവനൊരു പ്രശ്നമില്ല. അത് ടെക്നോളജി ആവട്ടെ, പുതിയ ജീവിതക്രമമാവട്ടെ, പുതിയ ആശയലോകമാകട്ടെ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാവട്ടെ, നമ്മൾ ആ ഹിസ്റ്ററി മൊത്തം നോക്കി നമുക്കത് കാണാൻ പറ്റും. ആദ്യം അവനെ എതിർക്കും, പക്ഷേ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ അവനൊക്കെ പരുവപ്പെടുക, പിന്നെ അവൻ അതിൻ്റെ ആളായി മാറും. അങ്ങനെ നമ്മൾ വലിയവരാണെന്ന് സ്വയം കരുതുകയും, ഈ തമിഴ്നാട്ടിലെ ജനത്തോടൊക്കെ മലയാളിക്ക് ഭയങ്കര പുച്ഛമാണ്. കൊള്ളിയാലത്ത് വിവരമില്ലാത്തവരാണെന്നാ മലയാളി വിചാരിക്കും. ഇവനാണ് വിവരത്തിൻ്റെ ഒരു കോൺട്രാക്ട്. അപ്പം അങ്ങനെ ഒരു മിഥ്യാധാരണയ്ക്കകത്ത് കെട്ടിപ്പൊക്കിയ ഒരു ലോകമാണ് കേരളം. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയോക്കർ സമൂഹമാണ്. നമ്മളൊരിക്കലും ഒരു മനുഷ്യവംശത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ആക്കം കൂട്ടുന്ന ഒരു സമൂഹമല്ല. അത് കൺസ്യൂം ചെയ്യുന്ന സമൂഹമായിരിക്കും, ആക്കം കൂട്ടുന്നവരല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ നാളിതുവരെ നമ്മൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ലോകപ്രസിദ്ധരായ, ലോകത്തെ നയിക്കുന്ന, ലോകത്തെ എൻ്റർടൈൻ ചെയ്യുന്ന, ലോകത്തിന് വെളിച്ചമാകുന്ന ഒരു മനുഷ്യനെ പോലും മലയാളികൾ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല. പഴയ ആൾക്കാരെ ചരിത്രത്തിലൊക്കെ വേണേൽ കണ്ടു. ആധുനിക കാലത്ത് അങ്ങനെ ഒരു മനുഷ്യൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. വർഷങ്ങളായിട്ട് മാർക്സിസം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആശയപ്രപഞ്ചമാണ്. മാർക്സിസ്റ്റ് ഫിലോസഫിക്കൽ ടെക്സ്റ്റിനകത്തേക്ക് ഒരു വാക്ക് പോലും കൂട്ടിച്ചേർക്കാൻ മലയാളിക്ക് കഴിഞ്ഞിട്ടില്ല.
എന്നാൽ ഇപ്പോൾ അൽത്തൂസറയോ ഗ്രാംഷിയെയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം കോൺട്രിബ്യൂട്ടേഴ്സാണ്. ഈ ഫിലോസഫിക്കൽ തിങ്കിങ്ങിന് ഒരു കോൺട്രിബ്യൂട്ടേഴ്സാണ്. ഇവിടെ പക്ഷേ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല. ഒരു ആഗോള പ്രശസ്തനായ ഒരു സിനിമാ നടൻ നമുക്കില്ല. ആഗോള പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ നമുക്കില്ല. നമ്മൾ യഥാർത്ഥം വളരെ മീഡിയോക്കറായിരുന്നു. പക്ഷെ നമ്മളത് സമ്മതിക്കില്ല. ഇവിടെയാണ് നമ്മളുടെ ഒരു കെണി കിടക്കുന്നത്. അപ്പോൾ വടക്കേന്ത്യക്കാരൊക്കെ മോശക്കാരാണെന്ന് കരുതുന്നത് കൊണ്ട് അവരിൽ നിന്ന് നമ്മളൊരു പാഠവും പഠിക്കുന്നു. മാത്രവുമല്ല, ലോകത്തുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഈ കേരളത്തിൻ്റെ ഒരു ടെലസ്കോപ്പ് വെച്ച് നോക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. നമ്മൾ ശീലിക്കുന്ന രീതി അതിലൊരു അപകടമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊട്ടും ഓപ്പൺ അല്ലാത്ത ഒരു സമൂഹം, ഒട്ടും ഓപ്പണല്ല, ഇൻ്റലക്ച്വലി ഒട്ടുമേ അല്ല. മാത്രമല്ല, മൂന്നാമതൊരു വലിയ ഗൗരവതരമായ മലയാളി അകപ്പെട്ടിരിക്കുന്ന കെണി കക്ഷി രാഷ്ട്രീയ യുക്തിയുടെ അതിപ്രസരം എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞു. അതിപ്പോൾ ഗോപികൃഷ്ണൻ സംസാരിക്കുന്നതിനിടയ്ക്ക് ഏതെങ്കിലും തരത്തിലൊരു മാർക്സിസ്റ്റുകാരൻ നേതൃത്വത്തിന് ആ നിലപാട് ശരിയാണെന്നല്ല, നിങ്ങൾ നിങ്ങൾ മാർക്സിസ്റ്റുകാരനാണെന്ന് കോൺഗ്രസ്സുകാർ അന്ന് രാത്രി വിധി എഴുതും. നിങ്ങളൊരു കോൺഗ്രസ് നേതാവിനെ കുറിച്ചാണ് പറയുന്നത്, അന്ന് രാത്രി മാർക്സിസ്റ്റുകാർ വിധി നിങ്ങൾ കോൺഗ്രസ്സാണ്. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ആലോചന പോകത്തില്ല. അപ്പോൾ അങ്ങനെ സ്റ്റക്കായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ കേരളത്തെ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പല തലങ്ങളിൽ ചെയ്യേണ്ടി വരുന്നൊരു കാര്യം. ഇപ്പോൾ വിജയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു, പുള്ളി ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. ഇപ്പോൾ കേരളത്തിലും രാഷ്ട്രീയ പാർട്ടി ചില സിനിമാ നടന്മാരെ പ്രഖ്യാപിച്ചു. പക്ഷെ അവരാരും ഒന്നും പറഞ്ഞായിട്ട് നമുക്കറിയത്തില്ല. പക്ഷേ അയാൾ ചില കാര്യം പറയുന്നുണ്ട്, ശരിയോ തെറ്റോ ആവട്ടെ, പുള്ളി സധൈര്യം ഒരു കാര്യം കൊണ്ട് പറയുന്നുണ്ട്. അപ്പം അതിനുള്ള ഒരു റേഞ്ച് നമ്മളുടെ സമൂഹത്തിന് മൊത്തത്തിലില്ലാതെ അത് വ്യക്തികളല്ലാതെ. ജബ്ബാർ പട്ടേൽ എന്ന് പറയുന്ന ജബ്ബാർ പട്ടേൽ നിർമ്മിച്ച അംബേദ്കർ സിനിമയിൽ മമ്മൂട്ടിയാണ് അംബേദ്കറായിട്ട് കളി. മലയാളി ഇത് കണ്ടിട്ടില്ല, മലയാളിക്ക് കാണാനായിട്ട് താല്പര്യമില്ല. എന്തായിരിക്കും ഇത്? എന്തൊരു വിചിത്രമായൊരു ലോകമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് മലയാളി സമൂഹം കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി ചരിത്രത്തെയും സമൂഹത്തെയും പഠിക്കാൻ നമ്മുടെ ഈ മറകൾ നമ്മൾ മാറ്റി വെക്കണം. നമ്മളെന്തോ വളരെ വിജയിച്ച സമൂഹമാണ്, നമ്മളെന്തോ വളരെ മുന്നോട്ട് പോയ സമൂഹമാണ്, നമ്മളെന്തോ മതേതര ജനാധിപത്യ വിപ്ലവ സോഷ്യലിസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി നമ്മൾ ഇപ്പോൾ ഒന്ന് ഉണർന്നിരുന്നാലേ ഇപ്പോൾ ഭീഷണിയായിരിക്കുന്ന ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുവാനും ബഹുജനങ്ങളെ മറ്റൊരു രൂപത്തിൽ മറ്റൊരു ഭാവനയിലേക്ക് നയിക്കുവാനും ഒരു സമഭാവനയുടെ കേരളത്തെ പണ്ട് യഥാർത്ഥത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന, ഇപ്പോഴും അതിൻ്റെ ദർശനങ്ങൾ പല രൂപത്തിൽ കേരളീയ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, നഷ്ടപ്പെട്ടു എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അത് നിലനിൽക്കുന്നുണ്ട്. അവയെ വീണ്ടെടുക്കാനും സമൂഹത്തെ പുനഃസംഘടിപ്പിക്കാനും സാമൂഹിക ജനാധിപത്യം എന്ന് പറയുന്നൊരു വഴിയിലേക്ക് സമൂഹത്തെ നയിക്കാനുമുള്ള സാധ്യത ഇപ്പോഴും കേരളത്തിൽ അതിശക്തമായി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ്. അതിനകത്ത് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം നമ്മൾ സ്വയം അഴിച്ചു പണിയാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം തന്നെയാണ്. അതെ, ഇതിൽ ഞാൻ തണ്ണി പറയുമ്പോൾ ആലോചിച്ചിരുന്നത്, ഒരുപക്ഷെ ഈ വിമർശനവും മലയാളിക്ക് തന്നെ നടത്താൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് വേറൊരു തരത്തിൽ, ഇതൊരിക്കലും ഒരു തമിഴൻ ചെയ്യില്ല. തമിഴ് സംസ്കൃതിയെ ഒരിക്കലും ഈ ഇത്രയും ഷാർപ്പായിട്ട് വിമർശിക്കാൻ കഴിയില്ല. ബംഗാളി ഒരിക്കലും ചെയ്യില്ല. ബംഗാളി ടാഗോർ എന്ന് പറഞ്ഞാൽ അപ്പം എണീറ്റ് വെക്കും ഒരാവശ്യം. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം ചേർന്നതാണ് ഒരു പക്ഷേ ഒരു ഇന്ത്യൻ അവസ്ഥ എന്ന് പറയുന്നത്. ഈ പറയുന്ന സംഗതികളെ അല്ലെങ്കിൽ ആ തരത്തിൽ അതിജീവിക്കണമെങ്കിൽ സമൂഹത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഡയലോഗ് നടക്കണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നടക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ വേറെ തരത്തിൽ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാത്ത ഒരു ലോകമൊക്കെ പലയിടത്തും ഒരു ഡയലോഗിനുള്ള മിനിമം സാധ്യതയൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഡയലോഗ് നടക്കുന്നത് വഴിയാണ് ഒരാൾക്ക് ഒരാളെ തന്നെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് സണ്ണിയോട് സംസാരിക്കുമ്പോഴാണ് ഞാൻ ആരാണ് അല്ലെങ്കിൽ നമ്മളേതാണെന്നൊക്കെ ഒരു സംഗതി ഉണ്ടാവുള്ളൂ. ഈ ഡയലോഗ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഡയലോഗിൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അത്
ഭയങ്കര വയലന്റ് ആണ് ഇപ്പൊ കേരളത്തിലെ പല ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഈ പറഞ്ഞ ഒരു പക്ഷേ ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ളൊരു രീതി വന്നിട്ട് അങ്ങേയറ്റം അക്രമാസക്തമായിട്ടുള്ളൊരു കേരളം പലതരത്തിൽ. അത് വെർബലായിരിക്കും, പക്ഷെ ഫിസിക്കൽ ആവണമെന്നൊന്നുമില്ല. പക്ഷെ വെർബൽ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് അത് വയലൻസ് തന്നെയാണ്. അപ്പം ആ തരത്തിൽ ഞാൻ പറയുന്നത് ഈ ഹിന്ദുത്വ ഫാസിസം അതിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഉണ്ടാക്കുന്നത്, അത് പുറത്ത് കൾച്ചറിൽ ഉണ്ടാക്കുന്ന ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. നമ്മുടെ ഒരു സംവാദ രീതിയെ അത് നശിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ചരിത്രത്തിൻ്റെ കുതിപ്പുകളെ കാണാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മളെ പാരലൈസ് ചെയ്യിക്കുന്ന, ചിന്തയെ പാരലൈസ് ചെയ്യിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. ഞാൻ പറയുന്നത് നിരവധി തരത്തിലുള്ള ഒരു ഡയലോഗുകൾ തുടങ്ങുന്നതിലൂടെ തന്നെ ഒരു പുതിയ തരത്തിലുള്ള ഒരു റെസിസ്റ്റൻസ് രൂപപ്പെടും. അത് ചിലപ്പോൾ ഇന്നലത്തെ പോലെ ആയിരിക്കില്ല. ഇന്നലത്തെ പോലെ ഒരു പ്രത്യേക കൂട്ടം എ ഓർ ബി എന്ന് പറയുന്ന കൂട്ടമൊന്നും ആവണമെന്നില്ല. പക്ഷെ അത് ഉണ്ടാവുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അതായിരിക്കും അതിനെതിരെയുള്ള ഒരു കാല ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത്. മറ്റേ സാങ്കേതിക ജനാധിപത്യം ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ സംഗതികൾ മാത്രം. എന്തായാലും വളരെ സന്തോഷമായി ഇങ്ങനെ കാണാനും സംസാരിക്കാനൊക്കെ.